കാലാവസ്ഥാ വിദഗ്ധൻ രാജഗോപാൽ കമ്മത്ത് കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇവിടെ ചീഫ് സെക്രട്ടറി ചില കാര്യങ്ങൾ 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ഡാം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു. അന്ന് ഈ മഴ കനത്തപ്പോൾ ഡാമുകളിൽ വെള്ളം നിറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഡാമുകൾക്ക് അത്തരത്തിലൊരു ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പ്രത്യേകിച്ചും സാങ്കേതിക വിദഗ്ധരൊക്കെ അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു. നിതാന്ത ജാഗ്രതയോട് കൂടിയാണ് ഭരണ സംവിധാനങ്ങളൊക്കെ അതിനെ നോക്കിക്കണ്ടിരുന്ന. അത്തരത്തിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് മറികടന്നു. അത് ആശ്വാസകരം. അങ്ങനെ പറയുമ്പോഴും ഇനിയുള്ള നമ്മുടെ കാലാവസ്ഥ എത്രത്തോളം പ്രവചനാതീതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ വർഷം തോറും നമ്മൾ അത് മാറി മാറി വരുന്നത് നമ്മൾ കാണുന്നതാണ്. ഈ ചീഫ് സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? എങ്ങനെയാണ് നമ്മൾ മുന്നോട്ടുള്ള ഒരുക്കങ്ങളെ നോക്കേണ്ടത്? നമ്മൾ അനുഭവിച്ച പ്രളയത്തിന് കാരണമായിട്ടുള്ള മഴ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ്. കാരണം ഈ ജീവിതകാലത്ത് ഏകദേശം ഒരു 100 വർഷം മുമ്പ് മാത്രമാണ് ഏകദേശം ഇതേ രീതിയിലുള്ള മഴ നമ്മൾ അനുഭവിച്ചത്. പക്ഷെ അന്ന് ഇത്തരത്തിലുള്ള ഡാമുകളോ അല്ലെന്നുണ്ടെങ്കിൽ നിർമ്മിതികളോ വളരെ കുറവായിരുന്നു 100 വർഷം മുമ്പ്. ഇപ്പോഴാണെങ്കിൽ ധാരാളം ഡാമുകളും മറ്റു നിർമ്മിതികളും മറ്റ് കയ്യേറ്റങ്ങളും ഒക്കെ നദികളുടെ തീരങ്ങളിലും മറ്റും നടക്കുന്നുണ്ട്. അപ്പോ ശരിക്കും വെള്ളമൊഴുകി പോകാൻ വഴിയില്ലാതാകുകയും അത് മാത്രമല്ല 44 കൂടുതലുള്ള ഡാമുകൾ ഏത് രീതിയിൽ ഈ വലിയ വെള്ളത്തിന്റെ വരവിനെ കൈകാര്യം ചെയ്യുന്നു നമുക്ക് മുൻപരിചയമില്ല. അത് മാത്രമല്ല ചില ഡാമുകളൊക്കെ കാലപ്പഴക്കം നേടുകയും പിന്നെ അത് മറ്റ് പ്രശ്നങ്ങൾ അതിനുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ആശങ്കാജനകമായിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ ആ കാലത്ത് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനെ തരണം ചെയ്തു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഡാമുകൾ തുറന്നുവിടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡാമുകൾ തുറന്നുവിടാനുള്ള സൗകര്യം ഡാമുകളിലുണ്ട്. അപ്പോൾ ഡാമുകൾ തുറന്നുവിടേണ്ടത് വെള്ളം നിറയുമ്പോഴാണ്. അപ്പൊ ഇത്ര വെള്ളം ആണ് ഡാമുകളുടെ കാച്ച്മെന്റ് ഏരിയയിൽ പെയ്യുക എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാനാകത്തില്ല. ഇപ്പോ പമ്പ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലായിരുന്നാലും ഇടുക്കി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആയിരുന്നാലും ഒരു മഴയിൽ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ പെയ്യുന്ന അളവിലുള്ള മഴയിൽ എത്ര വെള്ളം അവിടെ വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഡാം തുറന്നുവിടാനായിട്ടുള്ള ആ സമയത്ത് മാത്രമാണ് തുറന്നുവിടാനായത്. കാരണം ജലം എന്ന് പറയുന്നത് ഹൈഡൽ ഇലക്ട്രിസിറ്റിയെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി ജലം സംഭരിച്ചു വെക്കുകയും പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം തുറന്നുവിടുകയും ചെയ്യുന്ന എന്നുള്ളൊരു രീതിയാണ് നമ്മൾ തുടർന്നു വന്നിട്ടുള്ളത്. പൊതുവെ ഇടുക്കി ഡാം അങ്ങനെ തുറന്നു വിടാറില്ലല്ലോ. മറ്റു ഡാമുകൾ, ചില ഡാമുകളൊക്കെ ഇടയ്ക്ക് തുറന്നു വിടാറുണ്ട്. ചെറിയ ഡാമുകളൊക്കെ ചിലപ്പോൾ തുറന്നു വിടാറുണ്ട്. കാരണം അത്രയും മാത്രമേ അതിനുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. പിന്നെ ഡാമുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഡാമിന്റെ വഴിയായിട്ട് തുറന്നു വന്നിട്ടുള്ള നദികളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വളരെ വളർന്നവരായിട്ടുള്ളവയാണ്. കാരണം അതിന്റെ ചുറ്റുപാടും അതിന്റെ വെള്ളം ഒഴുകി പോകുന്ന വഴികളിലൊക്കെ ധാരാളം നിർമ്മിതികൾ, വീടുകളും മറ്റു കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും കാലത്ത് അത് തുറന്നു വിടും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗങ്ങളെല്ലാം വെള്ളത്തിന് അടിയിലായത്. അപ്പൊ ഇതൊരു അവസാനമായിട്ട് വന്നതല്ല. ഇനിയും തീർച്ചയായിട്ടും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകാം. കാരണം കാലാവസ്ഥ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ വർഷത്തെ കാലാവസ്ഥയുടെ കാര്യം കണക്കിലെടുത്തു കഴിഞ്ഞാൽ എൽനിനോയുടെ വരവ് ചെറിയ രീതിയിലാണ് അനുഭവപ്പെട്ടത്. ഇപ്പൊ പ്രവചനം അനുസരിച്ച് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ പ്രവചനം അനുസരിച്ച് ഏപ്രിൽ ജൂൺ മാസം കഴിയുമ്പോൾ ന്യൂട്രൽ കണ്ടീഷനാണ് ഉണ്ടാകാൻ പോകുന്നത്. എൻസോ ന്യൂട്രൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്വാഭാവികമായ മഴയോ അല്പം കൂടുതലോ ഉണ്ടാകാം. പക്ഷെ അതിനു മുമ്പ് നല്ല ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഈ അടുത്ത ഒരു 5-6 വർഷം എന്ന് പറയുന്നത് പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് സോളാർ മാക്സിമം എന്ന സൂര്യന്റെ ചൂട് കൂടുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. ഡോക്ടർ KG താര, രാജഗോപാൽ കമ്മത്ത്, ഒപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസ് എന്നിവരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലുള്ള വിദഗ്ധരാണ്. അവർ ഈ കാര്യങ്ങളിലുള്ള അഭിപ്രായം പങ്കുവയ്ക്കുക. എന്തായാലും രാജഗോപാൽ കമ്മത്ത് പറഞ്ഞ് അവസാനിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാലാവസ്ഥ പ്രവചനാതീതമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള. മുന്നോട്ട് ഇനി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ 2018 സാഹചര്യങ്ങളെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിജീവിച്ചു. അത്രയധികം നിതാന്ത ജാഗ്രതയിലാണെന്ന് ഭരണ സംവിധാനങ്ങളടക്കം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്.